നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിലെ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ഇതൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ചേച്ചി, വീട്ടിലെ നെഗറ്റീവ് എനർജി കളയാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. നമുക്കിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വാഭാവികത തോന്നുക, ഒരു ഉഷാറില്ലായ്മ തോന്നുക, അങ്ങനെ പലതരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ തോന്നും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ നെഗറ്റീവ് എനർജി എന്നാണ് വിളിക്കുക. ഇപ്പോൾ അങ്ങനെയാണ് നെഗറ്റീവ് എനർജി എന്നാണ് വിളിക്കുക കേട്ടോ. ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു വേർഡ് ഉയർന്നു കേൾക്കുന്നത്. പണ്ടൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പണ്ട് നെഗറ്റീവ് എനർജി ഇല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. പണ്ടത്തെ കാലത്ത് വീടുകളിലൊക്കെ നന്നായി വിളക്കൊക്കെ കൊളുത്തി വെച്ച് നാമൊക്കെ ചൊല്ലും. അപ്പം അങ്ങനെയുള്ള വീടുകളിലൊന്നും നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല എന്നാണ് പറയുക. ഭഗവാന്റെ നാമം കേൾക്കുന്നിടത്ത് പിന്നെ എന്ത് നെഗറ്റീവ് വരാൻ വേണ്ടിയിട്ടാണ്? പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പണ്ട് നമ്മൾ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇപ്പം ചെയ്യുന്നില്ല. ചിട്ടയായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ആളുകൾക്ക് നേരില്ല ആർക്കും ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു നെഗറ്റീവ് എനർജി എന്നുള്ള ഒരു പദം ഇത്രയേറെ നമ്മളിങ്ങനെ മുഴങ്ങി കേൾക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നെഗറ്റീവ് എനർജി എങ്ങനെ മാറ്റാം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആദ്യം ഈ നെഗറ്റീവ് എനർജി എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിൽ അത് ഉണ്ട് എന്ന് അറിയണ്ടേ. ഉണ്ടെങ്കിലല്ലേ നമ്മളത് മാറ്റണ്ടു. ഇല്ലാത്തത് നമ്മൾ മാറ്റാൻ നിൽക്കണ്ട. അപ്പോൾ എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടാലാണ് ആ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് പറയുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഒരു വെണ്ണക്കെണ്ണം തന്നെയായിരുന്നു കേട്ടോ. ഭഗവാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കയ്യിൽ വെണ്ണയും പിടിച്ചിട്ടുണ്ട്, ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ആ വെണ്ണയൊക്കെ കിട്ടിയ സന്തോഷം നന്നായിട്ട് മുഖത്തുണ്ടായിരുന്നു കേട്ടോ. ഉത്സവമൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ യശോദാമ്മ ഭഗവാന്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല കൃഷ്ണ, എങ്ങനെ ഉണ്ടായിരുന്നു ഉത്സവമൊക്കെ? അതിഗംഭീരായി അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്സവമൊക്കെ ഗംഭീരായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ എന്നാ കുറച്ച് വെണ്ണ എനിക്ക് തരുമെന്നാണ് യശോദാമ്മയുടെ അടുത്ത് ചോദിക്കുന്നത്. യശോദാമ്മ ആ ചോദ്യം കണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക, ഭഗവാന് വയറ് നിറയെ വെണ്ണ കൊടുക്കാനായിട്ട്. കാരണം ഭഗവാനെ സന്തോഷിപ്പിക്കണമെങ്കിൽ കുറച്ച് വെണ്ണ കൊടുത്താൽ മതി. ഭഗവാനും വളരെ ഇഷ്ടമാണ്. ഒന്ന് നോക്കൂ, എന്തൊക്കെ അലങ്കാരങ്ങൾ ഓരോ ദിവസവും ഭഗവാനെ ചാർത്തുന്നുണ്ട്. ഈ ചാർത്തുന്ന ഭൂരിഭാഗം ദിവസങ്ങളിലും ഭഗവാന്റെ കയ്യിൽ വെണ്ണ കാണാം. ഒന്നുകിൽ വെണ്ണയും ഉടക്കുള്ളിലും പിടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ വെണ്ണ കട്ട് തിന്നുന്ന, മോഷ്ടിച്ച് തിന്നുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരിക്കും, അല്ലെങ്കിൽ താമരയിൽ ഇരിക്കുമ്പോഴും അപ്പോഴും ഭഗവാന്റെ കയ്യിൽ വെണ്ണ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഓടക്കുള്ളിൽ നമ്മൾ മിക്ക സമയത്തും കാണുന്നത് പോലെ തന്നെ പിന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് വെണ്ണ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയ്ക്കും ഭഗവാൻ ഇഷ്ടമാണ് വെണ്ണ എന്ന് പറയുന്നത്. ഭഗവാൻ ഇങ്ങനെ കുറുമ്പ് കാണിച്ചിട്ട് അല്ലെങ്കിൽ എവിടേക്കെങ്കിലൊക്കെ മോഷ്ടിക്കാനൊക്കെ ആയിട്ട് കയറുമ്പോൾ അത് വെണ്ണ മോഷ്ടിക്കാനായിരിക്കും അല്ലേ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ പാലുള്ളൂ. പിന്നെ വെണ്ണയോടാണ് കൂടുതൽ പ്രിയം. ഇപ്പം എന്തെങ്കിലും കുറുമ്പ് കാണിച്ച് അല്ലെങ്കിൽ ഭഗവാൻ പിണങ്ങിയിട്ടാണ് ഇരിക്കുന്നത്, അപ്പോൾ യശോദാമ്മ എന്താ ചെയ്യുക? കുറച്ച് വെണ്ണയാണ് ഭഗവാന് കൊണ്ടു കൊടുക്കുക. ഭഗവാനെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ അലിയിപ്പിച്ച് കൊണ്ടുവരണമെങ്കിൽ വെണ്ണ കൊടുത്താൽ മതി. അത്രയ്ക്കും പ്രിയാണ് ഭഗവാന് വെണ്ണയോട്. അപ്പോൾ വെണ്ണയൊക്കെ ഭഗവാൻ ആരെങ്കിലും നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കൊണ്ടുവന്ന് കൊടുത്തോളൂ കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് നമ്മുടെ ഭഗവാന്. അപ്പോൾ ഭഗവാൻ മാത്രമല്ല കേട്ടോ ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. അതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഭഗവാനെ കാണാൻ വരുന്ന എല്ലാവർക്കും ഭഗവാന്റെ വെണ്ണപ്രസാദം ഭഗവാൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നൽകാൻ കൂടി റെഡി ആയിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ നിറയെ കയ്യിൽ വെണ്ണയും പിടിച്ചിട്ട് കുറേയൊക്കെ ഭഗവാൻ കഴിച്ചു. ആ സന്തോഷമൊക്കെ മുഖത്ത് നോക്കുമ്പോഴും കാണാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ ഭക്തർക്കും നൽകാനും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. ഭഗവാന്റെ ആ ഒരു വെണ്ണപ്രസാദം നമുക്ക് എല്ലാവർക്കും പോയി വാങ്ങിക്കാം കേട്ടോ. എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് ആ വെണ്ണ വാങ്ങിക്കുന്നതായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ആ വെണ്ണക്കണ്ണനായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം എല്ലാവരും മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. പിന്നെ നമുക്ക് നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. നമ്മുടെ വീടുകളിൽ സ്ഥിരമായിട്ട് നമുക്ക് പെട്ടെന്ന് ആദ്യം ഓർമ്മയിൽ വരുന്ന ഒന്നാണ് ഈ മാറാലയൊക്കെ പിടിച്ചു കിടക്കും. അത് എത്ര വൃത്തിയാക്കിയാലും പിന്നെയും വളരെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും.
അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ എന്തോ അരോചകമായിട്ടാണ് തോന്നുക. നമ്മുടെ മനസ്സിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാവും. അപ്പം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതായിരിക്കില്ല, ആരെങ്കിലുമൊക്കെ ഇത്തിരി പ്രഷർ കൂടിയവരൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു വഴക്ക്, ഇപ്പം നല്ലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ദിവസം വരാൻ പോകുകയാണ്, അപ്പോൾ ഒരു വഴക്കുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം? അത് കുറേയൊക്കെ നമ്മുടെ ഒരു പെരുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ക്യാരക്ടർ അതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. എന്നാലും അതൊരു നെഗറ്റീവ് എനർജി കൂടിയാണെന്ന് പറയാം. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർക്ക് വലിയ സങ്കടം ഉണ്ടാവുക അല്ലേ, അത് എല്ലാവരെയും ബാധിക്കും. അപ്പോൾ അതും ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ്. പിന്നെ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ, എത്രയൊക്കെ ഒതുക്കി വെച്ചാലും ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാതെ കിടക്കുക. അപ്പോൾ തുണികൾ അവിടെ ഇവിടെ വലിച്ചു വാരി കിടക്കുക, അപ്പോൾ ഒരു ടേബിളിൻ്റെ മേലെ ഒരുപാട് പുസ്തകങ്ങൾ കിടക്കുക, കഴുകാത്ത തുണികൾ ഒരു സ്ഥലത്ത് കഴുകിയത്, അങ്ങനെ ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ കിടക്കുന്ന വീടുകൾ. ഇപ്പോൾ കുട്ടികളുള്ള വീടല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ അത് തന്നെ വലിയ രണ്ട് മൂന്ന് സഞ്ചികളിൽ ഉണ്ടായിരിക്കും. അവരത് അവിടെ ഇവിടെയൊക്കെ പരത്തിയിടും. അതിനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരങ്ങനെ ചെയ്യണം. അവരെ കളിപ്പാട്ടങ്ങൾ, അവർക്ക് ഒരു കളിപ്പാട്ടത്തിനോട് കുറച്ച് നേരെ അവർക്കൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ കളിപ്പാട്ടത്തോടാവില്ല ഇഷ്ടം. ഇപ്പോൾ എൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ കളിപ്പാട്ടം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അതിനോട് കുറച്ച് നേരം ഒരു ഭ്രമം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ വല്ല സ്പൂണോ കയ്യിലോ റിമോട്ടോ അതിനോടൊക്കെ ആയിരിക്കും താല്പര്യം. അപ്പോൾ അവരത് വലിച്ചിടും. അതേക്കുറിച്ചല്ല പറയുന്നത്. അതല്ലാതെ കുട്ടികൾ ചെയ്യാതെ മുതിർന്നവരുടെ കയ്യിൽ നിന്ന് വരുന്ന കുറച്ച് കാര്യങ്ങളാണത്. ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ വലിച്ചു വാരിയൊക്കെ കിടക്കുന്ന അവസ്ഥ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നെഗറ്റീവ് എനർജീനെയാണ് വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവ് എനർജി ഇതൊന്നും അല്ലാതെ ഉണ്ടോ, അതായത് നെഗറ്റീവ് എനർജി നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം പറയാറുണ്ട് കേട്ടോ. ഇതും പലർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും, ചിലരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. കല്ലുപ്പാണ്. ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഈ നെഗറ്റീവ് എനർജിയൊക്കെ കളയാനും ഒക്കെ വളരെ നല്ലതാണെന്ന് പറയും കേട്ടോ. കാരണം കല്ലുപ്പിലെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുക. അതുകൊണ്ടാണ്. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഈ കല്ലുപ്പ് ഒരു ബൗളിൽ എടുക്കാം, കുറച്ച് കല്ലുപ്പ് എടുത്ത് വെക്കുക. എന്നിട്ട് ഇപ്പോൾ വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലൊക്കെ കൊണ്ട് വെക്കുക. ഇപ്പോൾ പെട്ടെന്ന് കുട്ടികളൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ കുഴപ്പമില്ല, അത് അവിടെ ഇരുന്നോളും. കുട്ടികളുള്ളിടത്താണെങ്കിൽ അത് അവർക്ക് എത്താത്തൊരു സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അതൊന്ന് ഡാർക്കായിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു നല്ല കറുത്ത നിറം എന്നല്ല കേട്ടോ പറയണത്, അതിൻ്റെ നിറം മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, എൻ്റെ മുതിർന്നവരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു ചുറ്റുവട്ടത്ത് നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രം. ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റേണ്ടത് എന്ന് നോക്കാം. അങ്ങനെ നെഗറ്റീവ് എനർജി കളയാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നന്നായി അടിച്ചു വാരി തുടച്ചിടുക. അപ്പോൾ തന്നെ വീട് വൃത്തിയായി. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കലി നമ്മുടെ വീട്ടിലേക്ക് വരും. കാരണം നമ്മൾ നോക്കുമ്പോൾ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിനും ഒരു സന്തോഷമാണ് ഉണ്ടാവുക. നമ്മുടെ മനസ്സിനെയൊക്കെയാണ് ഇത് ആദ്യം ബാധിക്കുക. നമ്മുടെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിന്തകളും നന്നാവും. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീടൊക്കെ തുടയ്ക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ അതിലും കല്ലുപ്പാണ്, കല്ലുപ്പ് ഇടുക. അത് കലക്കിയിട്ട് ആ വെള്ളം, ഇപ്പോൾ നമ്മളിപ്പോൾ വീട് വൃത്തിയാക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ ലിക്വിഡ്സ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കല്ലുപ്പ് ഇടുക. എന്നിട്ട് ആ വെള്ളം കൊണ്ട് വൃത്തിയായിട്ട് തുടയ്ക്കുക. ഇത് അകത്ത് മാത്രമല്ല പുറത്തും അടിച്ചു വാരി. ഇപ്പോൾ ചപ്പ് ചവറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീയിടുക. ഇപ്പോൾ വീടിൻ്റെ പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അവിടെ ഇവിടെ ഓരോന്നും കൊണ്ടുവന്ന് ഇടാതെ. ഇപ്പോൾ കൊണ്ടുവന്ന് ഇടുക എന്ന് ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് എനർജി മാത്രമല്ല വരിക, അതിൻ്റെ ഇടയിൽ വല്ല ജന്തുക്കളൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ അതും നമ്മുടെ വീട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഫ്രീ സ്പേസ് ഉണ്ടാക്കി വെക്കുക. അതാണ് ഏറ്റവും നല്ലത്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കാനായിട്ട് നല്ലത് ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സ്പേസുകൾ ഉള്ളതാണ് കുറച്ചും കൂടെ നല്ലത് എന്ന് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കുക. പിന്നെ ഒരു കാര്യം, 2 നേരം വിളക്ക് വെക്കുക. ഭഗവാൻ ഉണ്ടാവുമല്ലോ വീട്ടിൽ. 2 നേരം വിളക്ക് വെച്ച് നാമം ചൊല്ലുന്ന വീടുകളിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും വരില്ല. നെഗറ്റീവുകാരും വരില്ല എന്നാണ് പറയുക. കാരണം വിളക്ക് വെക്കുന്നുണ്ട്, പിന്നെ നാമം ചൊല്ലുന്നുണ്ട്. ഭഗവാന്റെ നാമത്തിന്റെ മഹാത്മ്യമൊക്കെ എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാമം ചൊല്ലുന്ന ഉറക്കെ നാമം ചൊല്ലുമ്പോൾ അത് കേൾക്കുന്ന വീട്ടിലേക്ക് ഒന്നും ഒരു നെഗറ്റീവ് എനർജിയും വരില്ല. നാമം ചൊല്ലാം, നാരായണീയം വായിക്കാം, ഭഗവാനുമായി ബന്ധപ്പെട്ട കഥകളോ എന്തും കേൾക്കുന്ന ഒരു വീട്ടിലും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിരിക്കില്ല. പിന്നെ അത് മാത്രമല്ല, വിളക്ക് വെക്കുന്ന സമയത്ത് ചന്ദനത്തിരി കത്തിക്കാം, കുന്തിരിക്കം പുകയ്ക്കാം.
ഇതൊക്കെ ഈ നെഗറ്റീവ് എനർജി, ഇപ്പോൾ വിഷാംശങ്ങൾ അങ്ങനെയും കൂടെ പറയണല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നീക്കം ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയിട്ടാണ്. ഇപ്പോൾ ചന്ദനത്തിരിയൊക്കെ പുകയ്ക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കി വാങ്ങണം. അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്കറിയില്ല കേട്ടോ. നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, ചിലർക്ക് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക നല്ലത്. അല്ലെങ്കിൽ പിന്നെ കുന്തിരിക്കം പുകയ്ക്കുക, അതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഒന്നാണ്, ഇപ്പോൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞു, ഫ്ലാറ്റിന് അകത്ത് മാത്രം വൃത്തിയാക്കിയാൽ മതിയായിരിക്കും. പുറത്തൊന്നും ചിലപ്പോൾ മുകളിലത്തെ നിലയിലൊക്കെ ആണെങ്കിൽ പുറം ഭാഗം ഒന്നും വൃത്തിയാക്കാനുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്കാണ് കൂടുതൽ സുഖം. ആ ഉള്ളിലുള്ളത് ഭാഗം മാത്രം വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അതൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പിന്നെ ഒന്ന്, ഈ ചാണകം കൊണ്ട്, ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് ആ ചാണക വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ തളിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. ഇപ്പൊ ഈ ടൈലിട്ട ആ റൂമുകളിൽ എങ്ങനെയാണ് ചാണകവെള്ളം തെളിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ. എന്നാലും ചാണകമൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ ധാരാളമായിട്ട് അത് ഉപയോഗിച്ചിരുന്നു. എന്തെങ്കിലും നമുക്കൊരു അശുദ്ധിയൊക്കെ തോന്നുകയാണെങ്കിൽ വേഗം കലക്കുക, എല്ലായിടത്തും തെളിക്കുക. അങ്ങനെയൊക്കെയാണ്. അത് അന്നത്തെ കാലത്തല്ലാട്ടോ പറയുന്നത്. ഇന്നിപ്പോ ടൈലൊക്കെ ഇട്ടിട്ടാണ്. അന്നൊന്നുകിൽ മറ്റേ റെഡ് ഓക്സൈഡ് അല്ലെങ്കിൽ നിലമൊക്കെ ഇങ്ങനെ ചാണകം കൊണ്ട് മെഴുകുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അവിടെ ഒന്നും ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജീസും ഉണ്ടായിരുന്നില്ല. കാരണം പണ്ടത്തെ വീടുകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വിളക്ക് വെക്കുന്നതും നാമം ചൊല്ലുന്നതൊക്കെ സർവ്വസാധാരണ എല്ലാ വീടുകളിലും കാണാമായിരുന്നു. ഇപ്പോഴാണ് ഇതൊക്കെ കുറഞ്ഞു വന്നത്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് എനർജി എന്നുള്ള ഒരു പുതിയ വാക്ക് ഉയർന്നു വരാനായിട്ടും തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ചെയ്യാം. വീട് ആദ്യം വൃത്തിയാക്കിയിടുക, വീടും പരിസരവും. പിന്നെ വിളക്ക് കൊളുത്തുക, നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയും വരില്ല. ഏറ്റവും എളുപ്പമാണ് അത് അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യൂ കേട്ടോ. എല്ലാവരും നാമം ചൊല്ലുക. പിന്നെ ഈ കുന്തിരിക്കൊക്കെ കത്തിച്ച് വെക്കുക, ചാണകവെള്ളമൊക്കെ അത് ഓപ്ഷണൽ എന്ന് പറയാം. കാരണം എല്ലാവർക്കും അത് സാധിച്ചു എന്ന് വരില്ല. പിന്നെ ഇത് മാത്രമല്ല, ഈ വെള്ളം എന്നത് ഇപ്പൊ ഈ തീർത്ഥം, ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന തീർത്ഥം, പുണ്യാഹം, ഇതും ഇങ്ങനെ തന്നെയാണ്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെയും ശുദ്ധീകരിക്കും, നമ്മുടെ വീടിനെയും ശുദ്ധീകരിക്കും. ശുദ്ധമായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിലും ഫുൾ പോസിറ്റീവാണ് ഉള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ നെഗറ്റീവായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ തീർത്ഥം തെളിക്കുന്നത് നല്ലതാണ്. പുണ്യാഹമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തയ്യാറാക്കി തരും. അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് തെളിക്കുക. ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള അശുദ്ധികൾ നമ്മളൊക്കെ അറിയാതെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കാം, എന്നാലും ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ ഈ പുണ്യാഹമൊക്കെ കൊണ്ടുവന്ന് തെളിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും വളരെ നീറ്റായിട്ടുള്ളതായിരിക്കണം കേട്ടോ. വൃത്തിയുള്ള വസ്ത്രങ്ങൾ വേണം ധരിക്കാനായിട്ട്. അത് പലതരത്തിൽ വേഷവിധാനങ്ങൾ ചെയ്തിട്ട് നടക്കുന്നവരുണ്ട്. നമുക്ക് ചേരുന്ന വസ്ത്രം ധരിക്കുക, അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ വൃത്തിയുള്ളതായിരിക്കണം. അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസും വരും, നമ്മൾ വൃത്തിയുള്ള വസ്ത്രം നീറ്റായിട്ട് അത് ധരിക്കുന്ന സമയത്ത്. പിന്നെ ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ മാറി മാറി ഇടുന്നവര്, അത് വാങ്ങുന്നവര്. അപ്പോൾ ഈ വാങ്ങി കൂട്ടി വെക്കുന്നു എന്നല്ലാതെ നമ്മൾ ഉപയോഗിക്കാത്ത ധാരാളം വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും. അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അത് നല്ലതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നവർക്ക് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യുക. ഉപയോഗശൂന്യമായത് ഉപേക്ഷിക്കുക. അപ്പൊ തന്നെ കുറേ കാര്യങ്ങളൊക്കെ, നമുക്ക് വേണ്ടാത്ത വസ്തുക്കൾ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ തന്നെ വീട്ടിലത്തെ എല്ലാ നെഗറ്റീവ്സും പോകും. അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പൊട്ടീനെ കളയാന്നൊക്കെ പറയും. ഇങ്ങനെയുള്ള ഓരോരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുന്നതാണ്. അതെന്തായാലും ചെയ്തിരിക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക, ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ ഒരു ഭാഗത്തിരിക്കുക, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. കൃത്യമായിട്ട് അത് ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നവർക്ക്. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിലാണ് ഈ വീട്ടിലിങ്ങനെ നിറയെ, അലമാര നിറയെ ഓരോ വസ്തുക്കളിരിക്കുക, അലമാര നിറയെ ഓരോ ഉപയോഗിക്കാൻ പറ്റാത്തതായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പക്ഷെ അതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക. ആർക്കെങ്കിലും അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് അവർക്ക് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് വസ്ത്രങ്ങളൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് കാര്യം. പിന്നെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ചുമരൊക്കെ ഇങ്ങനെ ചെളി പിടിച്ചിട്ടൊക്കെ ചിലപ്പോൾ നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ സാധിക്കുന്നവർ അതൊന്ന് പെയിൻറ് ചെയ്യുക. പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി വരും. അത് ഫീൽ ചെയ്യും. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലേ അത് മനസ്സിലാകുള്ളൂ. പിന്നെ പെയിൻറ്റിൻ്റെ നിറമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഇളം നിറം എടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് കൂടുതൽ പ്രകാശമൊക്കെ വീട്ടിലേക്ക് വരിക. പ്രകാശം വന്നു കഴിഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റിവിറ്റിയാണ്. അങ്ങനെ ചെയ്യാം. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വഴക്കിടുന്ന വീടുകളിലെ പലരും പല സ്വഭാവക്കാരായിരിക്കും. ഇപ്പോൾ ഒരു വീട് എടുക്കുകയാണെങ്കിൽ തന്നെ ആ വീട്ടിലെ ഓരോരുത്തർക്കും, ഒരു അമ്മയുടെ മക്കൾക്കും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മക്കൾക്കും എല്ലാവർക്കും വേറെ വേറെ സ്വഭാവമായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ നമ്മളതൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നല്ല കേട്ടോ പറയേണ്ടത്, അതിന് അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുക. നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിട്ട്, ചിലപ്പോൾ ഒന്ന് താഴ്ന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ വഴക്ക് അവിടെ ഇല്ലാതായി പോകും. എപ്പോഴും താഴ്ന്നു കൊടുക്കണം എന്നല്ല പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും വഴക്കുകൾ എപ്പോഴും നെഗറ്റിവിറ്റിയാണ് ഉണ്ടാക്കുക. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ വഴക്കുണ്ടാകാനുള്ള ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന്
ഒഴിഞ്ഞു മാറുക, അതാണ് ചെയ്യേണ്ടത്. എല്ലാവരും, കുടുംബത്തിലുള്ള എല്ലാവരും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാക്കിയെടുക്കുക. ഈ ഐക്യം ഉണ്ടെങ്കിൽ തന്നെ വഴക്കുകളൊക്കെ കുറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വഴിപാട് ഈ നെഗറ്റീവ് എനർജിയൊക്കെ പോകാനായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്യമത്യ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യാം. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? കുടുംബത്തിലുള്ളവരൊക്കെ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണം, ഒരു സ്നേഹബന്ധം, ഒരു ഐക്യബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ക്രമേണ ഈ വഴക്കുകളൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ വഴക്കില്ലാതാവാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ വീടാണ് നന്നായിരിക്കേണ്ടത്, നമ്മുടെ വീട്ടിലാണ് ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കേണ്ടത്. ആ ഒരു സങ്കല്പത്തിൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ വീടെടുത്ത് വെക്കും. നമ്മൾ വീടിൻ്റെ പണികൾ കഴിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വീട് സ്വന്തമായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടൊക്കെ വീടെടുത്തിട്ട് സമർപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ വീട് നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകാനായിട്ട് അങ്ങനെയും പ്രാർത്ഥിച്ചിട്ട് വീടെടുത്ത് വെക്കാം. അപ്പോൾ അതും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി കളയാനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കല്ലുപ്പാണെന്ന് പറഞ്ഞല്ലോ. കാരണം കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് പറയുക. കല്ലുപ്പ് ഉണ്ടാകുന്നത് സമുദ്രത്തിൽ നിന്നാണ്, സമുദ്രവസനേ ദേവി എന്നാണ് പറയണത്. അപ്പോൾ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ കല്ലുപ്പ് ഉപയോഗിച്ച് പണ്ട് കാലത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, വീടുകളിലൊക്കെ കല്ലുപ്പ് ഇട്ട് വെക്കുന്നത് ഒരു മൺകലത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഭരണിയിലായിരിക്കും. അതിങ്ങനെ നല്ല ടൈറ്റായിട്ട്, എയർ ടൈറ്റായിട്ട് മൂടി വെക്കൊന്നുമല്ല ചെയ്യുക. അത് കുറച്ചൊന്ന് തുറന്നിട്ട്, അത് വായുവുമായിട്ട് സമ്പർക്കം ഉണ്ടായിരിക്കും. അതായത് വായുവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുമ്പോഴാണ് ഈ കല്ലുപ്പ് ഈ നെഗറ്റീവ് എനർജീനെയൊക്കെ ഇല്ലാതാക്കും എന്ന് പറയണത്. ഇന്നൊക്കെ നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തിട്ടൊക്കെ മൂടി വെക്കും കേട്ടോ. ശരിക്കും അതങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതാണെന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ അങ്ങനെ തുറന്ന് വെക്കുന്നത്. അത് ആ ഒരു ചിന്തയും കൂടെ അവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കല്ലുപ്പ് ഉപയോഗിക്കുക. ഞാൻ ആദ്യം പറഞ്ഞത് ഒന്നും കൂടെ പറയാണ്, നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജീനെയൊക്കെ അത് ഇല്ലാതാക്കും എന്നാണ് പറയാനുണ്ട്. പിന്നെ അതെടുത്ത് കളയാം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ്, ഇപ്പോൾ ഈ കല്ലുപ്പ് നെഗറ്റീവ് എനർജീനെ കളയും എന്നതുപോലെ തന്നെ വേറൊരു സന്ദർഭത്തിലും നമ്മളത് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് എവിടെയെങ്കിലും ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ പുറത്തൊക്കെ പോയി വന്ന ഒരു വാശിയൊക്കെ പിടിക്കും, ഇപ്പം കണ്ണ് പറ്റുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ചെയ്താലും നമ്മൾ ഉഴിഞ്ഞിടും. ഉപ്പും മുളകും കടുകും ഉപ്പും ഒക്കെ ചേർത്തിട്ടാണ് ഉഴിഞ്ഞിടുക. അപ്പോൾ അവിടെയും ഉപ്പിൻ്റെ ഒരു പ്രസൻസ് ഉണ്ട്. അത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കല്ലുപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. പൊടിയുപ്പല്ല, പക്ഷെ കല്ലുപ്പില്ലാത്തവർക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല, പൊടിയുപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റാനായിട്ട് ഇന്നൊക്കെ ചെയ്താൽ മതി എന്നാണ് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതൊക്കെ ഭൂരിഭാഗം പേർക്കും, അതായത് പണ്ടുള്ളവർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പുതിയ തലമുറയ്ക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തത്. അപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. എനിക്കറിയാവുന്നത്, അല്ലെങ്കിൽ ഞാൻ പഴയ മുതിർന്നവരോട് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥരുടെ അടുത്ത് ചോദിച്ചിട്ട് അതൊക്കെ കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവന്ന് പറയാനായിട്ടും കൂടെ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരായണീയം പകർത്തി എഴുതിയിട്ട് ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതേക്കുറിച്ച് ഇന്നലെ പറഞ്ഞപ്പോഴും നിരവധി ചോദ്യങ്ങൾ ഇനിയും വരുന്നുണ്ട് കേട്ടോ. സംശയങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകും. നമ്മൾ ഭഗവാന് കൊടുക്കുമ്പോൾ അത് ഏറ്റവും മികച്ചത് കൊടുക്കണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അയ്യോ ഇന്നത് ചെയ്യാൻ പറ്റുമോ, എനിക്ക് 15-ാം തീയതി തുടങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏത് പുസ്തകത്തിലാണ് എഴുതേണ്ടത്, ഏത് സമയത്താണ് എഴുതേണ്ടത്, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇനിയും കമൻസ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരം അത് ഡയറക്റ്റായിട്ട് പറയാം എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ലൈവിലൂടെ ഒരു ലൈവും കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ഇന്നും നാളെയല്ല, 14-ാം തീയതി ശനിയാഴ്ച. 15-ാം തീയതിയാണല്ലോ നമ്മൾ എഴുതി തുടങ്ങാമെന്ന് പറഞ്ഞത്. അപ്പോൾ 14-ാം തീയതി ഒരു ലൈവിൽ വന്നിട്ട് എന്തൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും അതൊക്കെ പറയാം എന്നും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എഴുതേണ്ട കാര്യങ്ങൾ അതാണ് നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതേക്കുറിച്ച് മുൻകൂട്ടി അതിൻ്റെ ഒരുക്കങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാമെന്നാണ്. അപ്പോൾ ഏത് സമയത്ത് ലൈവ് വന്നാലാണ് എല്ലാവർക്കും അതിൽ കാണാനായിട്ട് അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് ചുവടെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയം നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫ്രീ ആവുക. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസത്തെ വീഡിയോയിൽ അറിയിക്കാം, ഏതെങ്കിലും ഒരു വീഡിയോയിൽ കൂടെ അറിയിക്കാം ഏത് സമയത്താണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ നാരായണീയം എഴുതി സമർപ്പിക്കാന്ന് പറഞ്ഞപ്പോഴേ ഗ്രൂപ്പിൽ പലരും ഇല്ല എന്ന് പറഞ്ഞു. ഗ്രൂപ്പിലില്ലാത്തവർക്കും ഈ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുമല്ലോ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. വിഷ്ണുവിൻ്റെ നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വിഷ്ണു ആഡ് ചെയ്യും. ആ നമ്പറും കൂടെ ഒന്ന് പറയാം കേട്ടോ. 9846937939. ഒന്നുകൂടെ പറയാം, 9846
93799339. ഈ നമ്പറിൽ വിളിച്ച് കിട്ടിയില്ല എന്ന് വരും, ചിലപ്പോൾ തിരക്കുള്ളതായതുകൊണ്ട്. അപ്പോൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിടുക, ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ വിവരങ്ങളും ഗ്രൂപ്പിൽ കൂടെ അറിയാവുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർക്കും ഈ വീഡിയോ കാണുന്ന ആർക്കു വേണമെങ്കിലും ഈ ഭഗവാന്റെ നാരായണീയം പകർത്തി എഴുതിയിട്ട് നമ്മുടെ ഒപ്പം തന്നെ പകർത്തി എഴുതാം, അത് സമർപ്പിക്കാം. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീരാനായിട്ട് ലൈവ് വരേണ്ട സമയം ഒന്ന് ചുവടെ കുറിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നാളെ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.